നമസ്കാരം. ഞാൻ എല്ലാ പരിശീലന ക്ലാസ്സുകളിലും പോകുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും പറയുന്ന ഒരു പ്രധാന പരാതി കുട്ടികൾ സ്ക്രീൻ ടൈമിന് അടിമകളാണ് എന്നുള്ളതാണ്. മൊബൈൽ ഫോണുകളിൽ വല്ലാത്ത സമയം ചെലവഴിച്ച് പഠനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിയുന്നു എന്നാണ് ഇവരുടെയൊക്കെ പരാതി. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വളർത്തുജീവികളുണ്ടോ? പട്ടിയോ പൂച്ചയോ ആടോ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇവരെല്ലാം പറയും അതിനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല, പട്ടിയെ കടിക്കുമെന്ന് പേടിയാണ്, പൂച്ചയുടെ രോമം ചെന്നാൽ കുട്ടികൾക്ക് അസുഖം വരും. നിരവധി കാരണങ്ങൾ ഇവർ പറയും. ഈ കാരണങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. കൊച്ചിയിലെ ഒരു സ്കൂളിൽ ഒരു പെറ്റ് ഷോ സംഘടിപ്പിച്ചു. തങ്ങളുടെ കുട്ടികൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള ഒരവസരം. എന്താണ് പെറ്റ് ഷോയുടെ ഗുണമെന്നറിയാമോ? നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നത് വീടുകളിലാണ്. അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ മുതിർന്നവർക്കോ ഒന്നും നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ല. അവരോടൊപ്പം കളിക്കാനോ സമയം ചെലവഴിക്കാനോ സംസാരിക്കാനോ പോലും സമയം കിട്ടാത്ത മുതിർന്നവരാണ് നമ്മുടെ വീടുകളിലുള്ളത്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, തടവറയിലാകപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് എന്താണ് മാർഗമെന്നറിയാമോ? അത് മൊബൈൽ ഫോണാണ്. കുട്ടികൾ ഫോണിന് അടിമപ്പെട്ടു പോകുന്നതിന് കാരണം നമ്മൾ മുതിർന്നവർ അവർക്ക് നൽകുന്ന ഏകാന്തതയാണ്. ഈ ഏകാന്തതയെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് അവർക്ക് ഒരു വളർത്തുമൃഗത്തിനെ സമ്മാനിക്കുക എന്നുള്ളത്. അവരുടെ ഉള്ളിലെ സ്നേഹം, ലാളന, വാത്സല്യം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വളർത്തുജീവിയെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ കുട്ടികളുടെ മനസ്സിൽ സ്നേഹം വളരും. അത് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയും. സ്ക്രീൻ ടൈം അവർ കുറച്ചു കൊണ്ടുവരും. മൊബൈലിനെ ഒഴിവാക്കി അവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ചേർത്ത് പിടിക്കും. അതിന് ശ്രമം തുടങ്ങിയ അല്ലെങ്കിൽ അത് ആരംഭിച്ചു കാണിച്ച ആ സ്കൂളിന് ഒരു ബിഗ് സല്യൂട്ട്.